എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്നലെ പ്രീമിയർ ലീഗിൽ നടന്നിട്ടുണ്ടായിരുന്ന ആഴ്സണൽ vs ക്രിസ്റ്റൽ പാലസ് മത്സരത്തെ കുറിച്ചിട്ടാണ്. ഈ ഒരു മത്സരത്തിൽ ആഴ്സണലാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു വമ്പൻ സ്കോറിനാണ് ആഴ്സണൽ ആ മത്സരം വിജയിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ആഴ്സണൽ ഈ ഒരു കളിന്റെ മുന്നത്തെ 4 മത്സരങ്ങളിലും വിന്നറിയാതെ വന്നിട്ടുള്ളൊരു സൈഡാണ്. കാരണം കുറച്ച് 4 മത്സരങ്ങളിൽ 2 ഡ്രോയും 2 പരാജയമാണ് ആഴ്സണൽ നേരിട്ടിട്ടുണ്ടായിരുന്നത്. അവസാനമായിട്ട് ഇതിനു മുന്നേ ആഴ്സണൽ ജയിച്ചിട്ടുണ്ടായിരുന്നത് ബ്രൈറ്റനോടാണ് 2-0 എന്നുള്ള സ്കോറിന്. അപ്പോൾ ഇന്നലെ ആഴ്സണലിന് നല്ലൊരു ഭൂരിപക്ഷത്തോട് കൂടി തന്നെ ആ ഒരു മത്സരം വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആഴ്സണലിന് ആ ഒരു പ്രീമിയർ ലീഗിന്റെ ടോപ്പ് സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ആഴ്സണലിനും സിറ്റിക്കും ഒരേ പോയിന്റ്സ് ആണുള്ളത്. 43 പോയിന്റ്സ് ഇതാണ് 2 ടീമുകൾക്കും ഈ ഒരു പ്രീമിയർ ലീഗ് ടാബിൽ ഉള്ളത്. പക്ഷെ സിറ്റിക്ക് ഒരു ഗെയിമിംഗ് ഹാൻഡ് ഉണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ഈ ഒരു മത്സരത്തിൽ ആഴ്സണലിന്റെ സ്കോറേഴ്സ് എന്ന് പറയുന്നത് മഗേലസ്, ട്രോസാർഡ്, അതുപോലെ തന്നെ ഗബ്രിയൽ മാർട്ടിനെലിയാണ് അവർക്ക് വേണ്ടി സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ 2 ഗോളുകളും ഫസ്റ്റ് ഹാഫിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 ഗോളുകളും ഗബ്രിയൽ മഗേലസ് എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ ഡിഫൻഡർ വകയായിരുന്നു ആഴ്സണലിന്റെ ഫസ്റ്റ് ഹാഫിൽ 2 ഗോളുകളും. അതിലൊന്ന് മഗേലസിന്റെ പേര് തന്നെ ഉണ്ട്, പക്ഷെ ഒന്ന് ഹെൻഡേഴ്സ് എന്ന് പറയുന്ന ക്രിസ്റ്റൽ പാലസിന്റെ പ്ലെയറിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത ഗോൾ പറയുന്നത് സെക്കൻഡ് ഹാഫിൽ 59ാമത്തെ മിനിറ്റിൽ ട്രോസാർഡാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ട്രോസാർഡ് ഗബ്രിയൽ ജീസസിന്റെ അസിസ്റ്റിൽ നല്ലൊരു ഫിനിഷിംഗ് ആയിരുന്നു ആ ഒരു ഗോൾ എന്ന് പറയുന്നത്. ആഴ്സണലിന്റെ 4ാമത്തെ 5ാമത്തെ ഗോൾ അടിച്ചിട്ടുള്ളത് ഗബ്രിയൽ മാർട്ടിനെലിയാണ്. ഇതും ഒരു ബ്രസീലിയൻ പ്ലെയറിന്റെ വകയാണ്. ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കളിയിൽ അടിച്ചിട്ടുണ്ടായിരുന്ന 5 ഗോളിൽ 4 ഗോളുകളും ഒരു ബ്രസീലിയന്റെ വകയായിരുന്നു എന്ന് എടുത്ത് പറയേണ്ട സംഭവമാണ്. ഗബ്രിയൽ മാർട്ടിനെലിയാണ് ലാസ്റ്റ് എക്സ്ട്രാ 90+4-ലും 5-ലും 2 മിനിറ്റിൽ അടുപ്പിച്ച് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് ഗബ്രിയൽ മാർട്ടിനെലിയാണ്. ഈ 2 ഗോളുകൾക്കും അസിസ്റ്റ് ചെയ്തിട്ടുള്ളത് വേറെ താരങ്ങളാണെന്നുണ്ടെങ്കിലും ആദ്യത്തെ ഗോളിന് എൻകേറ്റിയാണ് അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗബ്രിയൽ മാർട്ടിനെലിക്ക്. അതിന് ശേഷമുള്ളത് ജോർജിനിയോ ആയിരുന്നു. പക്ഷെ 2 ഗോളുകൾക്കും വേറെ പേരാണ് അസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ലുക്ക് വൈസ് ഇത് നോക്കുമ്പോൾ രണ്ടും ഏകദേശം സെയിം പാറ്റേണിലുള്ള ഗോളുകളാണ്. ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെഫ്റ്റ് വിങ്ങിലാണല്ലോ മാർട്ടിനെലി കളിക്കുന്നത്. ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ്ങിൽ നിന്ന് ആദ്യ ഗോൾ എന്ന് പറയുന്നത് റൈറ്റ് വിങ്ങിൽ നിന്ന് ത്രൂ ബോൾ വരുന്നു. ആ ഒരു ബോളായിട്ട് മാർട്ടിനെലി പോയി കണ്ട് ഒരു ഗ്രൗണ്ട് ബോൾ കർവ് ചെയ്ത് കണ്ടിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് നല്ല കാണാൻ തന്നെ നല്ല രസമുള്ള ഒരു ഗോളായിരുന്നു. ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കളി എന്ന് പറയുന്നത് നല്ല ലീഡിലാണ് ജയിച്ചെങ്കിൽ പോലും ടാബിളിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു ഗെയിമാണ്. പക്ഷെ കഴിഞ്ഞ 4 മത്സരങ്ങൾ ആഴ്സണല് വിൻലെസ് ആണ്. മത്സരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് വന്നിട്ടുള്ളത്. മേ ബി അടുത്ത കളി സിറ്റിക്ക് ഒരു പരാജയം എടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ, സിറ്റി അടുത്ത കളി തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ 43 എന്നുള്ള രീതിയിൽ തന്നെ സിറ്റിയായിട്ട് നിന്ന് പോകാൻ കഴിയും ആഴ്സണലിന്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല സിറ്റി അടുത്ത മത്സരം ഒന്നും തോക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനി അങ്ങോട്ട് സിറ്റി കുറച്ചായിട്ട് ജയിച്ച് പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ ആ ഒരു കൺസെപ്റ്റ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഈ ഒരു പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന ലിവർപൂളാണ്. ലിവർപൂളിന് ഈ ഒരു ലീഗ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെയൊന്നും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാൻ കഴിയില്ല. കാരണം സിറ്റി എന്തായാലും ഇനി അങ്ങനെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി കുറച്ച് മത്സരങ്ങൾ അൺബീറ്റൺ ആകാൻ ചാൻസ് ഉണ്ട് സിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു മത്സരത്തെ കുറിച്ചിട്ട് പറയാനുള്ളത്. ആഴ്സണലിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞ മത്സരമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.